ചേട്ടാ അതുമാതിരി MS.V സാറിൻ്റെ നിനക്കത്തിരുന്ന മനമേ അങ്ങനത്തെ പാട്ടുകളൊക്കെ അതൊക്കെ അതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2 ദിവസം MS.V സാറിനെ കണ്ടു. തീരെ സുഖമില്ല, അപ്പം തീരെ വയ്യ. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ നമസ്കരിക്കാൻ സാധാരണ കാല് തൊട്ട് നമസ്കരിക്കാം, ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. സാഷ്ടാംഗ നമസ്കാരം ഇതാണ്. മോനെ എനിക്ക് ഞാൻ അങ്ങ് അർഹിക്കുന്നത് ഇതാണ്, എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. ഞങ്ങളൊന്നിച്ചപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. നമുക്ക് പോയി ഇവിടെ മറീന ബീച്ചിൽ പോയി ഞങ്ങൾ കുറേ നേരം കാറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം നിൽക്കുമ്പോൾ കാറ്റ്, നല്ല കാറ്റല്ലേ പാട്ടിനെ ഒന്നും ഈ ഇത്രയും ചെയ്ത പാട്ടൊന്നുമല്ല, അങ്ങനെ ഒന്നുമില്ല പാട്ട്, നല്ല കാറ്റില്ലേ. അപ്പോൾ കുറേ ആൾക്കാർ ഒന്നും വിഷ് ചെയ്തു, നമസ്കാരം, അയ്യാ വണക്കം നിറയെ ആൾക്കാർ പോകുന്ന ആളുകളൊക്കെ വണങ്ങാം അങ്ങനെ. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ദിവസം കാണാൻ വന്നു, സാറിനെ കാണാൻ പറ്റില്ല, ഇപ്പോൾ കണ്ട എൻ്റെ ഭാഗ്യം. ആൾ കരഞ്ഞു തുടങ്ങി സാറിനെ കണ്ടിട്ട്. ഞാൻ അപ്പോൾ കരയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, ഞാൻ ഇത്രയും ഗ്രേറ്റ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എന്താണ് ആദ്യം തുടങ്ങിയത്? ആദ്യം S.V. വെങ്കിട്ടരാമൻ്റെ കൂടെയാണ് ആദ്യം സംഗീതം. രണ്ടാമത് സുബയ്യ നായിഡു, മൂന്നാമത് സുബ്രാമൻ. ഇത് ഗ്രേറ്റ് മ്യൂസിഷ്യൻ്റെ കൂടെ അദ്ദേഹം ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ G. രാമനാഥേരുടെ കൂടെ വർക്കുണ്ട്. ഞാൻ ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. G. രാമനാഥേർക്ക് ഒരു ഹാർമോണിസ്റ്റ് ആ കാലത്ത്. ആദ്യം ചായ കൊണ്ട് കൊടുത്തിരുന്ന ആളായിരുന്നു. അങ്ങനെ ഹാർമോണിസ്റ്റ് ആയതാണ്. ഒരു ഹാർമോണിയം മേടിച്ചു കൊടുത്തു, ചെറിയ ഹാർമോണിയം. അങ്ങനെയാണ് അദ്ദേഹം കയറിയത്. പിന്നെ ദേവദാസ്, സുബ്ബരാമൻ ദേവദാസിൽ അപ്പോഴും കണ്ടക്ട് ചെയ്യാനായിട്ട് വിശ്വനാഥൻ രാമമൂർത്തി ഡിയോ വന്നു, അവരൊന്നിച്ച് വന്നു. ദേവദാസ് പകുതിയായപ്പോഴേക്കും സുബ്ബരാമൻ മരിച്ചുപോയി. കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇവർ വിശ്വനാഥൻ രാമമൂർത്തി കയറി വരുന്നത്. അത് പിന്നെ തമിഴ് ഗാനങ്ങൾ, കണ്ണദാസൻ ഗാനങ്ങളുടെ ഒരു എന്താ പറയുക സുവർണകാലം എന്ന് പറയില്ലേ, ആ കാലഘട്ടം. അപ്പോൾ അത് അദ്ദേഹത്തെ മിനിയാന്ന് കണ്ടുവന്നതിൻ്റെ അത് ഇനിയും മാറിയിട്ടില്ല, ആ ഒരു ലഹരി. പക്ഷേ അത് ഗ്രേറ്റ്നെസ് എൻ്റെ ഭാഗ്യം എന്നല്ല, ഇനി ജീവിതത്തിലൊന്നും കാണാൻ അങ്ങനെ ഇത്ര ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇടയ്ക്ക് തോന്നാറുണ്ട് ഇതിനെ കണ്ടുവന്നിട്ടേ. ഇത്രയും വലിയൊരു മ്യൂസിഷ്യനെ ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഓർക്കസ്ട്ര 100 പീസ് ഓർക്കസ്ട്ര ആ കാലത്ത് പുതിയ പറവയില്ലേ ചോദിച്ചു. എങ്കേനിമതി. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കേനിമതിയാണ് ഏറ്റവും കൂടുതൽ ഓർക്കസ്ട്ര സൗത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ട്. അയ്യോ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ അതൊക്കെ നിങ്ങൾ മ്യൂസിഷ്യൻസൊക്കെ കണ്ടു കഴിഞ്ഞാലല്ലോ റെക്കോർഡിങ് കാണേണ്ടത്. അങ്ങനെ ഒരു പ്രാവശ്യങ്ങളും കാണണം ഇങ്ങനെ MS.V. റെക്കോർഡിങ്. ചെറിയൊരു മനുഷ്യൻ ചുറ്റും ഓർക്കസ്ട്ര, ഓരോരോ സെക്ഷൻ, ബ്രാസ് സെക്ഷൻ, സ്ട്രിങ്, വയലിൻസ്, 40 വയലിൻ, അത് ഇത് ഒരു 5 അസിസ്റ്റൻസാണ് നിങ്ങൾക്ക്. ഇതൊക്കെ ഈ മനുഷ്യൻ കണ്ട ഒറ്റയ്ക്ക് ഹാർമോണിയത്തിൽ വായിച്ച് കാണിച്ചു കൊടുക്കുക, ഇല്ല ഒറ്റയ്ക്ക്. എന്നാൽ ഇത് കണ്ട് സംസാരിക്കാൻ ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അമ്മ സ്റ്റിൽ സ്റ്റുഡൻറ്റ്, ഞാൻ എന്താ ചെയ്ത കുട്ടി ചെയ്യുന്നത്. ആ ഗ്രേറ്റ് അതൊരു ദൈവത്തിൻ്റെ അവതാരം എന്ന് പറയാം. ഇനി കഴിഞ്ഞു അങ്ങനൊരു ശരി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ പറഞ്ഞു, എടാ ലോകത്തിൽ വെച്ച ഏറ്റവും നല്ല പാട്ടതാ, ഇടയ്ക്ക് ചോദിക്കാൻ എൻ്റെ അടുത്ത് പറയും. എന്താ സംശയം? നിനക്ക് തെരിந்த മനമേ, നിനക്ക് തെരിந்த മനമേ ഉനക്ക് മറക്ക தெரியாதா, பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா, உயிரே விலக தெரியாதா, நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா, பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா, உயிரே விலக தெரியாதா, மயங்க தெரிந்த கண்ணே உனக்கு உறங்க தெரியாதா, மலர தெரிந்த அன்பே உனக்கு மறைய தெரியாதா, அன்பே மறைய தெரியாதா, நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா, பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா, உயிரே விலக தெரியாதா. எடுக்க தெரிந்த கரமே உனக்கு
கொடுக்க தெரியாதா? எடுக்க தெரிந்த கரமே உனக்கு கொடுக்க தெரியாதா? இனிக்க தெரிந்த கனியே உனக்கு கசக்க தெரியாதா? படிக்க தெரிந்த இதழே உனக்கு முடிக்க தெரியாதா? படர தெரிந்த கனியே உனக்கு மறைய தெரியாதா? கனியே மறைய தெரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே விலக தெரியாதா? கொதிக்க தெரிந்த நிலவே உனக்கு குளிர தெரியாதா? கொதிக்க தெரிந்த நிலவே உனக்கு குளிர தெரியாதா? குளிரும் தென்றல் காற்றே உனக்கு பிரிக்க தெரியாதா? பிரிக்க தெரிந்த இறைவா உனக்கு இணைக்க தெரியாதா? இணைய தெரிந்த தலைவா உனக்கு என்னை புரியாதா? தலைவா என்னை புரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே വിലക தெரியாதா? എന്താ പാട്ടല്ല. അയ്യോ ദൈവമേ, ഇതിലപ്പുറം ഇതിനകത്ത് ഇടയ്ക്ക് ഷെനായ ബിറ്റ് വായിച്ചിട്ടുണ്ട് സത്യം. അത് കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അദ്ദേഹം ഇത് റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് തലേ ദിവസം ഈ റെക്കോർഡിങ് MSV സാറിന് ചോദിച്ചു എന്ന്. രാത്രി വിളിച്ചപ്പോൾ ഈ ഷെനായി സത്യം വിഷു ഞാൻ നാളെ ഒരു പ്രാവശ്യം കൂടി വായിച്ചോട്ടെ ബീറ്റ്, എനിക്ക് മതിയായില്ല, ഒരു പ്രാവശ്യം കൂടി വായിക്കണമെന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് രണ്ടാമത്തെ ദിവസം ആദ്യം വായിച്ചു മതിയാവണില്ല. അങ്ങനെ ഇയാൾ എപ്പോഴും ഇതെന്ന് റെക്കോർഡിങ് നെക്സ്റ്റ് ഡേ ആദ്യം വായിക്കും. അതാണ് അത് ട്യൂൺസിൻ്റെ ബ്യൂട്ടി. എന്താ അങ്ങനെ വായിച്ചു വെച്ചാൽ